ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ നമ്മൾ ബോഗൻവില്ല പ്ലാന്റ്സിന്റെ ഹാർഡ് പ്രൂണിങ്, റീപോട്ടിങ്, അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഷൻ ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ കെമിക്കൽ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പം നൈട്രജൻ കൂടിയ തോതിലുള്ള യൂറിയ പോലുള്ള ഫെർട്ടിലൈസേഴ്സ് ഈ സമയത്ത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം അതെല്ലാം ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബോഗൻവില്ല പ്ലാന്റ്സിൽ കൂടുതൽ ബ്ലൂംസ് ഉണ്ടാകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ NPK യൂസ് ചെയ്യുകയാണെങ്കിൽ 19:19:19 യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 20:20:20 യൂസ് ചെയ്യാം. ഈ പറഞ്ഞ രണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇതിൽ യൂറിയ, പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവ മൂന്നും ഒരേ അളവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പ്ലാന്റിന്റെ ഗ്രോത്തിനും ബ്ലൂമിങ്ങിനും അതുപോലെ തന്നെ റൂട്ട് ഹെൽത്തിനും എല്ലാത്തിനും ഒരേപോലെ എഫക്റ്റീവ് ആണ്. അടുത്തൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് DAP. ഈ DAPയിൽ ഏകദേശം 46% ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഉണ്ട്. അതിൽ അതുപോലെ തന്നെ 18% മാത്രമേ നൈട്രജൻ ഉള്ളൂ. അപ്പോൾ ഇത് ബ്ലൂമിങ്ങിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. ആദ്യം തന്നെ ചെടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് DAP ഏകദേശം 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് 14 ഇഞ്ചിന്റെ പോട്ടാണ്. അത് ചട്ടിയുടെ അരിയിലൂടെ ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീതെ മണ്ണിട്ട് മൂടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചുകൂടി കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.